കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായം 14 വാക്യം. മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു, ഞാൻ പ്രാവ് പോലെ കുറുകി, എന്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു. യഹോവേ, ഞാൻ ഞെരുങ്ങിയിരിക്കുന്നു, നീ എനിക്ക് ഇട നൽകണമേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല തിരുവെഴുത്ത് ഭാഗമാണ് വായിച്ചത്. ഹല്ലേലൂയ. ഹിസ്കിയാ രാജാവിന്റെ ഒരു വലിയ പ്രാർത്ഥന ശബ്ദമാണ് നാം വായിച്ച വചനത്തിനകത്തുള്ള സന്ദേശം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഹിസ്കിയാവിന്റെ ജീവിതത്തോടനുബന്ധമായി താൻ കടന്നുപോയ പരീക്ഷയിൽ അല്ലെ ശോധനയിൽ, ആ രോഗ സമയത്ത് തന്റെ ജീവിതത്തിന്റെ മുഴു അവസ്ഥകളെയും ഈ ഒരൊറ്റ വാക്യത്തിൽ കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ, മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു, ഞാൻ പ്രാവ് പോലെ കുറുകി, എന്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ യഹോവേ, ഞാൻ ഞെരുങ്ങിയിരിക്കുന്നു, നീ എനിക്ക് ഇട നിൽക്കണമേ എന്ന് പറയുക. ഹല്ലേലൂയ. ഇവിടെ വചനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹിസ്കിയാ രാജാവിന്റെ ഹൃദയത്തിന്റെ കലക്കവും വിഷാദവും തന്റെ മാനസികമായ ഞെരുക്കങ്ങളും നൊമ്പരങ്ങളും ഭാരങ്ങളും തന്നെ അലട്ടുന്ന സകല പ്രശ്നങ്ങളും ഈ വാക്കുകൾക്കകത്ത് വെളിപ്പെടുകയാണ്. ഈ ഒരൊറ്റ വാക്യത്തിൽ തന്റെ മുഴുവൻ വേദനകളും താൻ പറയുകയാണ്. ഹല്ലേലൂയ. അപ്പൊ അതിന് കാരണം അവന്റെ വ്യാധി, അവന്റെ ശരീരത്തിലുണ്ടായ വ്യാധി, ആ മഹാവ്യാധി, ഹല്ലേലൂയ, സ്തോത്രം. ആ മരിക്കത്തക്ക രോഗം തന്നെ അവന്റെ ജീവിതത്തിൽ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം പ്രവാചകനായ യെശയ്യാവ് അവന്റെ അടുക്കൽ വന്ന് അവനെ നോക്കി, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ഹല്ലേലൂയ, സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായം 1 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ വാക്കുകൾ ഹിസ്കിയാ രാജാവിന്റെ ജീവിതത്തെ വളരെ വേദനിപ്പിച്ചു. ഹല്ലേലൂയ. കാരണം ഒരു മനുഷ്യൻ ചെന്നിട്ട് ഒരു രാജാവിനോട് നീ മരിച്ചു പോകും, നിന്റെ വീട്ടുകാര്യം ഗൃഹകാര്യം നീ ക്രമത്തിലാക്കുക എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യനായിരുന്നാലും പെട്ടെന്ന് ഹൃദയത്തിനകത്ത് വലിയൊരു വിഷാദം ഉണ്ടാകും. ഹല്ലേലൂയ. അത് തന്നെയാണ് ഹിസ്കിയാവിന് സംഭവിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാ രാജാവിന്റെ അരികിൽ ചെന്ന് സംസാരിച്ചതുപോലെയൊക്കെയാണ് നമ്മോടും വന്ന് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചാൽ നമ്മുടെ മാനസികമായ അവസ്ഥ എന്തായിരിക്കും? നമ്മളും ഹിസ്കിയാവിനെ പോലെ വളരെ ഭാരപ്പെടാൻ സാധ്യതയുണ്ട്. ചില വാക്കുകൾ നമ്മെ വളരെ വേദനിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം ഹിസ്കിയാവിന്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് നാം ദൈവത്തിനെ നമ്മെ തന്നെ താഴ്ത്തി കൊടുത്ത് ഇവിടെ വിശ്വാസം നമ്മളിൽ നഷ്ടപ്പെട്ടു പോകാതെ നാം ദൈവത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. അപ്പം ഈ ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത വിടുതൽ ഓർത്തിട്ട് ഹിസ്കിയാ രാജാവ് നന്ദി, ഹല്ലേലൂയ, സൂചകമായി പാടിയൊരു സ്തോത്രഗാനമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ദൈവം ഒരു ഉപകാരം ചെയ്യുമ്പോൾ, ഒരു നന്മ ചെയ്യുമ്പോൾ, ഒരനുഗ്രഹം തരുമ്പോൾ അത് ആ സമയം കൊണ്ട് നിങ്ങൾ മറന്നു പോകാതെ എന്നേക്കും ജനഹൃദയങ്ങളിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ നിലനിൽക്കത്തക്ക പോലെ, നിങ്ങളുടെ തലമുറകൾ അത് ഏറ്റുപാടത്തക്ക പോലെ നിങ്ങൾ ദൈവത്തിന് നന്ദി സൂചകമായ സ്തോത്രങ്ങൾ ചെയ്ത് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. കണ്ടോ, ഹിസ്കിയാ രാജാവിന്റെ ജീവിതത്തിൽ ദൈവം സൗഖ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ താൻ ഹൃദയത്തിൽ നിന്ന് വന്ന നന്ദി സൂചകമായ വാക്കുകൾ ദൈവത്തെ പാടി സ്തുതിച്ചത് തലമുറയായി ഇന്നും ആ വചനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായം, ഹല്ലേലൂയ, 39 അധ്യായം ഒക്കെ ഇതിനോട് ചേർന്ന് കിടക്കുകയാണ്. ഇതിനെക്കുറിച്ച് മറ്റൊരു വേദഭാഗത്ത് പറയുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം
20 1 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാലും ഈ ഭാഗത്തെക്കുറിച്ച് കാണാൻ കഴിയും. ഒരു മനുഷ്യന്റെ നന്ദി സൂചകമായ വാക്കുകൾ കാലകാലങ്ങളായിട്ട് എത്രയോ ദൈവദാസന്മാർ ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്നു, എത്രയോ ദൈവദാസന്മാർ വചനം ഏറ്റെടുത്ത് പ്രസംഗിക്കുന്നു, എത്രമാത്രം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അത് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ സംഭവിക്കേണ്ടത്. ദൈവം നമുക്ക് നൽകുന്ന ഉപകാരങ്ങളെല്ലാം ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ തലമുറകളും അത് ഏറ്റെടുത്ത് പാടുവാൻ കഴിയണം. രക്തം ചെയ്യും. നന്മകൾ മാത്രം വാങ്ങി മടങ്ങിപ്പോകുന്നവരായി മാറാതെ, അനുഗ്രഹങ്ങൾ പ്രാപിച്ചും മടങ്ങിപ്പോകുന്നവരായി തീരാതെ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഹിസ്കിയാവിന്റെ രോഗശമനത്തോടുള്ള ബന്ധത്തിൽ സൂര്യഘടികാരത്തിൽ 10 പടി അഥവാ 10 ഡിഗ്രി പിന്നോക്കം തിരിയുമാറാക്കിയത് സംഭവ്യമല്ല എന്ന് വിമർശകർ പറയാറുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് ചില വിമർശകരൊക്കെ പറയുന്നത്. എന്നാൽ ഭൂഗോളത്തിന്റെ ഭ്രമണം പിറകോട്ടാക്കുന്നത് വലിയ നാശനഷ്ടങ്ങൾക്കിടയാകുമെന്നും അവർ പറയാം. വിമർശകർ പറഞ്ഞ ഭൂഗോളത്തിന്റെ അല്ലെങ്കിൽ സ്തോത്രം പിറകോട്ടാക്കുന്നത്, ഭൂഗോളത്തിന്റെ സമയത്തെ അല്ലെങ്കിൽ ഭൂഗോളത്തിന്റെ ഭ്രമണത്തെ പുറകോട്ടാക്കുന്നത് വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുമെന്ന് വിമർശകർ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. രക്തം ചെയ്യാൻ. എന്നാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം എല്ലാവരും, പ്രകൃതി നിയമങ്ങളെ നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവം, ഈ പ്രകൃതി നിയമങ്ങളെ നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവം ഉണ്ടാകട്ടെ എന്ന് താൻ കൽപ്പിച്ചപ്പോൾ സകലം ഉണ്ടായി വന്നു. ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ നയിക്കുന്നവൻ, അണ്ടകടാകത്തിന്റെ ഉടയവൻ, അഖിലാണ്ടത്തെ മുഴുവൻ നിർമ്മിച്ചവൻ, ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഹല്ലേലൂയ, ഇത് അസാധ്യമായ കാര്യമല്ല എന്ന് വിമർശകർ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിന് ഒരു കാര്യം അസാധ്യമല്ല. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് യേശു കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് ഹിസ്കിയാ രാജാവിന്റെ ഹൃദയത്തിൽ നിറഞ്ഞുള്ള നന്ദിസുഖജമായ സ്തോത്രഗാനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി തന്നത്. രക്തം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, നാം എത്രമാത്രം ദൈവത്തെ സ്തുതിക്കണം, നാം എത്രമാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തണം. മരണകരമായ രോഗം നിങ്ങളുടെ ജീവിതത്തിൽ വന്നില്ലേ? ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നുപോയില്ലേ? മാരകമായി വ്യാധി നിങ്ങളെ പിടിച്ചില്ലേ? ലോകം പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞു, വൈദ്യശാസ്ത്രം പറഞ്ഞു നീ മരിച്ചു പോകുമെന്ന്. ഹല്ലേലൂയ. നിന്നെ നോക്കിയവരും നിന്നെ കണ്ടവരും എല്ലാം പറഞ്ഞു നിനക്കിനി അധികം സമയമില്ല, നീ മരിച്ചു പോകുമെന്ന്. മനുഷ്യന്റെ വാക്കുകൾ നിലനിൽക്കുമ്പോൾ ദൈവം നിനക്ക് തന്ന സൗഖ്യം ഓർത്തിട്ട് നീ ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. 2018 ജലപ്രളയം, 19, 20 കാലഘട്ടങ്ങളിൽ പിന്നീട് വന്ന സംഭവങ്ങൾ, മഹാവ്യാധികൾ നമ്മളെ ഓരോരുത്തരെയും അത് കയറിപ്പിടിക്കാൻ കാരണമായി. ഹല്ലേലൂയ. കൊറോണ എന്ന് പറയുന്ന വലിയ മഹാവ്യാധി നല്ലൊരു ശതമാനം അനുഭവിച്ചിട്ടുണ്ട്. നല്ലൊരു ശതമാനം ജനങ്ങൾ കൊറോണയിലൂടെ കടന്നുപോയവരാണ്. കൊറോണ എന്ന കാലഘട്ടത്തിൽ കേൾക്കുമ്പോൾ, മഹാവ്യാധി എന്ന് കേൾക്കുമ്പോൾ നാം പരിശോധിക്കും, ടെസ്റ്റ് ചെയ്യും, നമുക്ക് പോസിറ്റീവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വളരെ ഭാരപ്പെട്ടിട്ടുണ്ട്. മരണം സംഭവിക്കൂ, കാരണം അന്ന് കൊറോണ ബാധിച്ച മരിക്കുക എന്നുള്ളതായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ അവസ്ഥയിൽ മരണം മരിക്കുമോ എന്നുള്ള ചിന്തയിലൂടെ കടന്നുപോയ സന്ദർഭങ്ങളില്ലേ സഹോദര സഹോദരി നിനക്ക്? ഹല്ലേലൂയ. ഞാനത് പറയുമ്പോൾ ഞങ്ങൾ 3 പേരെ, ഞാനും എൻ്റെ ഭാര്യയും കുട്ടിയും. എൻ്റെ കുട്ടിക്ക് പോസിറ്റീവായി കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞാണ് അറിയുന്നത്. അവൾ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളും ടെസ്റ്റ് ചെയ്തു. ഞങ്ങൾക്കും ആ കൊറോണ അനുഭവം നിങ്ങൾ മനസ്സിലായി. അപ്പൊ അന്നേരത്തെ മാനസികമായ ഭാരം എല്ലാം ഓർത്ത് നോക്കി. ചുറ്റിനും ഒരുപാട് ആളുകൾ കൊറോണ പിടിച്ച് മരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി, കർത്താവിനോട് പറയാൻ തുടങ്ങി, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവ് അത്ഭുതകരമായി സൗഖ്യം തന്നു. അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം സൗഖ്യം തന്നിട്ടില്ലേ? അത് ഓർത്താൽ ഹിസ്കിയാ രാജാവ് ദൈവത്തെ സ്തുതിച്ചതുപോലെ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പറയാൻ കഴിയും, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരങ്ങളുടെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹല്ലേലൂയ. അവൻ നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്, നമ്മുടെ അകൃത്യങ്ങളെ നീക്കിക്കളയുന്ന ദൈവമാണ്. ഹല്ലേലൂയ.
വീണ്ടും നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കൊണ്ട് നമ്മൾ വായിക്കുന്ന നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ഒരു ദൈവമാണ് യേശു. അത് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാൻ കഴിയും. ഹിസ്കിയാ രാജാവിനെ പോലെ തന്നെ നന്ദി സൂചകമായ അനുഭവത്തിൽ, വാക്കുകളിൽ ഹൃദയം നിറഞ്ഞ് ഹല്ലേലൂയ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാ രാജാവിന്റെ വീട്ടിൽ ചെന്നിട്ട് പറയുക, ഹല്ലേലൂയ, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന്. ഹല്ലേലൂയ. അപ്പൊ ഹിസ്കിയാവ് ചെയ്തത് എന്താണ്? 2-ാം വാക്യം വായിക്കുക. അപ്പോൾ ഹിസ്കിയാ രാജാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ച്, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നും നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്നോർക്കണമേ എന്ന് പറഞ്ഞു. അല്ലെ, ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഹിസ്കിയാവിന്റെ നിലവിളിയെ കരച്ചൊരു സ്വർഗം കേട്ടു. ഹല്ലേലൂയ. അപ്പൊ ആ പ്രാർത്ഥന, അല്ലെ, ഹിസ്കിയാവിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഹല്ലേലൂയ. അവൻ ഏറ്റവും കരഞ്ഞു പ്രാർത്ഥിച്ചു, എന്റെ ആയുസ്സിന്റെ മധ്യാഹ്നത്തിൽ ഞാൻ പാതാള വാതിലകം പോകേണ്ടി വരുന്നു, എന്റെ ആണ്ടുകളുടെ ശേഷിപ്പും എനിക്കില്ലാതെ പോയി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ യഹോവയെ ജീവനുള്ള ദേശത്ത് വെച്ച് യഹോവയെ കാണുകയില്ല എന്ന് ഞാൻ ഭൂവാസികൾ ഇടയിൽ വെച്ച് ഇനിയും അല്ലെങ്കിൽ മനുഷ്യനെ കാണുകയില്ല. എന്റെ പാർപ്പിടം അല്ലെങ്കിൽ നീങ്ങി ഒരു കൂടാരം പോലെ എന്നെ വിട്ടുപോയിരിക്കുന്നു എന്ന് അതിദുഃഖത്താൽ യെശയ്യാ പ്രവാചകൻ എന്റെ പുസ്തകത്തിൽ ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയും. ആ വാക്ക് എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 10 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കിവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്റെ ആയുഷ്യ മധ്യാഹ്നത്തിൽ ഞാൻ പാതാളവാതിലകം പോകേണ്ടി വരുന്നു, എന്റെ ആണ്ടുകളുടെ ശേഷിപ്പ് എനിക്കില്ലാതെയായി എന്ന് ആ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ഒന്നോർത്ത് നോക്കിയ, ദൈവം കൊടുത്ത വിടുതലുകൾ ഓർത്ത്, ദൈവം കൊടുത്ത സൗഖ്യം ഓർത്ത്, ദൈവം കൊടുത്ത ആമേലലിയ നന്മയോർത്ത് തന്റെ മനസ്സിന്റെ നിരാശകളും കലക്കങ്ങളും വേദനകളും എല്ലാം മാറിക്കഴിഞ്ഞ് താൻ ഒന്ന് സ്വസ്ഥമായി കഴിഞ്ഞപ്പോൾ ഇത്രമാത്രം ദൈവത്തെ സ്തുതിക്കുവാൻ ആ ഭക്തന് കഴിഞ്ഞെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രശ്നയ്ക്ക് നാം ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് തിരിച്ചറിവോടെ നാം ദൈവത്തിന് നന്ദി സൂചകമായി എന്നും നമ്മൾ പാടിക്കൊണ്ടിരിക്കണം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞ ശലോമോൻ രാജാവിന് ശേഷം ആദ്യമായി സ്തോത്രഗാനം രചിച്ച രാജാവാണ് ഹിസ്കിയാവ്. ഹല്ലേലൂയ, സ്തോത്രം. മരണത്തിൽ നിന്നും അത്ഭുതകരമായി വിടുവിക്കപ്പെട്ട നിലയിൽ മരണത്തിൽ നിന്നും അത്ഭുതകരമായ നിലയിൽ വിടുവിക്കപ്പെട്ട ഹിസ്കിയാവ് പാടുന്ന ഒരു സ്തോത്രഗാനമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, അല്ലെ, ഹൃദയസ്പർശിയായ ഒരു സന്ദേശമാണ് ഇതിനകത്തുള്ളത്. ഏത് മനുഷ്യന്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു സന്ദേശം. ഹല്ലേലൂയ. താൻ മരിച്ചു പോകുമെന്ന് അവൻ ചിന്തിച്ചതാണ്. ജീവനും മരണവും ദൈവത്തിന്റെ അധികാരത്തിന് കീഴിലാണെന്ന് അവൻ മനസ്സിലാക്കി. ഹിസ്കിയാവ് എന്താ ചിന്തിച്ചത്? മരിച്ചു പോകുന്ന ജീവനും മരണവും ഒക്കെ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ അധികാരത്തിന് കീഴിലാണെന്ന് ഹിസ്കിയാവ് മനസ്സിലാക്കി. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ്, ഈ കാലഘട്ടം നമ്മൾ വളരെ സൂക്ഷ്മതയോടെ വേണം നമ്മൾ നിൽക്കുവാൻ. ജീവനും മരണവും ഒക്കെ ദൈവത്തിന്റെ അധികാരത്തിന് കീഴിലാണെന്ന് മനസ്സിലാക്കി മനുഷ്യന്റെ ആയുസ് അമേലിയ ഏറിയാൽ 70, ഏറെയായി 80, മറ്റൊരു ആയുസ് 70, ഏറെയായി 80 എന്നൊക്കെ പറഞ്ഞ പോലെ നാം അതനുസരിച്ച് ജീവിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഹിസ്കിയാവ് ദൈവത്തിൽ ആശ്രയിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഒരുപക്ഷെ ഹിസ്കിയാവിന്റെ വിശ്വാസത്തെ പരീക്ഷിക്കാനായിരിക്കാം അവനെ മരണകരമായ രോഗത്തിലൂടെ അല്ലെങ്കിൽ കടന്നു പോകുവാൻ ദൈവം അനുവദിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ശോധന, ഈ ഒരു പരീക്ഷ നമുക്ക് ഒരുപക്ഷെ കടന്നു വരാം. നമ്മുടെ വിശ്വാസം പരീക്ഷിക്കാൻ വേണ്ടി, നമ്മുടെ വിശ്വാസത്തിന്റെ എത്രമാത്രം വിശ്വാസമുണ്ടെന്ന് ദൈവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹിസ്കിയാവ് കടന്നുപോയതുപോലെയുള്ള ചില ശോധനകൾ, ചില പരീക്ഷയിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ടി വന്നേക്കാം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പം മരണത്തിന്റെ നിഴലിൽ, മരണത്തിന്റെ നിഴലിൽ, ഹല്ലേലൂയ,
കൂടി കടന്നുപോയപ്പോൾ ദൈവത്തെക്കുറിച്ച് പുതിയ അറിവുകൾ അവന് ലഭിച്ചു. ഹിസ്കിയാവ് മരണനിഴലിൻ താഴ്വരയിലൂടെ കടന്നുപോയപ്പോൾ ഹല്ലേലൂയ ദൈവത്തെക്കുറിച്ച് പുതിയ അറിവുകൾ ഹിസ്കിയാവിന്റെ ഹൃദയത്തിൽ ലഭിച്ചു. ഹല്ലേലൂയ ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ അർത്ഥവും അവന് മനസ്സിലായി. രക്തം ചെയ്യും. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ, ചില രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചെയ്ത അത്ഭുതങ്ങളും ഒക്കെ നമ്മൾ വിവരിക്കുമ്പോഴേ ഹല്ലേലൂയ അവർക്ക് നമ്മളോട് പറയാനുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്റെ പാസ്റ്റർ, ദൈവം ഒരുവനില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ഭൂമി ജീവനോടെ കാണുകയില്ലായിരുന്നു. ദൈവം തന്നതാണ് എന്റെ സൗഖ്യം, ദൈവം തന്നതാണ് എന്റെ ജീവിതം. കർത്താവിന്റെ കരം എന്നെ തൊട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ഭൂമി പോലും കാണത്തില്ല. അതുകൊണ്ട് എനിക്ക് ദൈവത്തെക്കുറിച്ച് നല്ല അറിവായി. യേശുവാണ് ദൈവമെന്ന് എനിക്ക് മനസ്സിലായി. വേറൊരു ദൈവമില്ലെന്ന് മനസ്സിലായി. എന്റെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ വന്നു എന്നൊക്കെ പലരും പറയും, നമ്മൾ കേട്ടിട്ടില്ലേ? അല്ലേ? അതേ സ്നേഹിത, ആ ഒരു അറിവ് നമുക്ക് നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ദൈവവചനം സംസാരിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലൂടെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ശാരീരികമായ ക്ഷീണങ്ങൾ എന്നെ പലപ്പോഴും അലട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ ഹിസ്കിയാ രാജാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം എന്ത് ചെയ്തു? അത്ഭുതകരമായ സൗഖ്യം എനിക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ കൂടുതൽ അറിയുകയും ദൈവത്തെ കൂടുതൽ സ്തുതിക്കുകയും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നല്ലൊരു ബോധ്യം നമുക്ക് വരികയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതേപോലെ ഒരുപക്ഷെ നമ്മുടെ വിശ്വാസത്തിന്റെ തീക്ഷ്ണത മനസ്സിലാക്കാൻ വേണ്ടി, നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് മനസ്സിലാക്കാൻ വേണ്ടി ഹിസ്കിയാ രാജാവ് കടന്നുപോയതുപോലെയുള്ള ചില മരണകരമായ അനുഭവത്തിലൂടെ നമ്മളും കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ അവിടെ നാം ദൈവത്തിന് പിറുപിറുക്കാതെ, ദൈവത്തിന് മത്സരിക്കാതെ നാം ദൈവത്തിന് പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രാർത്ഥന കേട്ട് ദൈവം മറുപടി നൽകും. അപ്പൊ ഹിസ്കിയാവ് വളരെ പ്രാർത്ഥിച്ചു, ദൈവത്തിന് കരഞ്ഞ ആ പ്രാർത്ഥന ദൈവം കേട്ടപ്പോൾ യഹോവയായ ദൈവം യെശയ്യാവിനോട് പറയുക, യെശയ്യാപ്രവാചകൻ 38-4 എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്ന് നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും എന്ന്. ഹിസ്കിയാവിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയാം, നിന്റെ ആയുസ്സിന്റെ 15 സംവത്സരം കൂട്ടിത്തരുമെന്ന്. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, മരണനിഴലിൽ താഴ്വരയിലൂടെ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ, മാനസികമായി തകർന്ന മനസ്സ് മുഴുവൻ കലക്കത്തിന്റെ നടുവിലാണെങ്കിൽ, സങ്കടപ്പെട്ട് നിരാശയുടെ ദുഃഖത്തിന്റെ നടുവിലാണ്, ലോകം പറഞ്ഞ് നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞാലും ഹിസ്കിയാവിനെ പോലെ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ ആയുസ്സിനെ നീട്ടിത്തരാൻ ദൈവത്തിന് കഴിയും. രക്തം ചെയ്യാം. നിന്നെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. നമ്മുടെ യേശുവിന് കഴിയാത്തതായിട്ടൊന്നുമില്ലെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു. ഹല്ലേലൂയ. അതെ, നമുക്ക് പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരാം. പ്രാർത്ഥനയിലേക്ക് മടങ്ങി വന്ന് നാം ദൈവത്തിന് നന്ദി പറയുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവവചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, കർത്താവ് അവന്റെ പ്രാർത്ഥന കേട്ടു, അവന്റെ കണ്ണുനീർ കണ്ടു, അവന്റെ ആയുസ്സിന്റെ 15 സംവത്സരം കൂട്ടിക്കൊടുത്തു. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന സ്നേഹിതൻ, വ്യാധികൾ കടന്നു വരുമ്പോൾ, ഭാരങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പരീക്ഷകൾ കടന്നു വരുമ്പോൾ, പരിശോധനകൾ കടന്നു വരുമ്പോൾ നിങ്ങൾ കലങ്ങിപ്പോകാതെ, അല്ലെങ്കിൽ പതറിപ്പോകാതെ ദൈവത്തോട് ചേർന്നിരിക്കണം, പ്രാർത്ഥനയിൽ ചേർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ, അത് നിമിത്തം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേരൊരുവൻ കാരണമായി തീർന്ന പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു എന്ന് എഫേസ്യ ലേഖനം 3:10 തോന്നുന്നു എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം. അങ്ങനെ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ നമ്മളും പ്രാർത്ഥിക്കുന്ന സകല കുടുംബത്തിനും പേരൊരുവൻ കാരണമായി തീർന്ന പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മരണകരമായ അനുഭവത്തിലൂടെ കടന്നുപോയാലും ദൈവത്തിന് നമ്മെ വീണ്ടും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിയുന്നുള്ള യഥാർത്ഥ തെളിവാണ് ഹിസ്കിയാ രാജാവിന്റെ ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. രക്തം ചെയ്യും.
ഈ വചനം വായിക്കുമ്പോൾ പലപ്പോഴും ആശ്വാസം പ്രാപിക്കാറുണ്ട്, സന്തോഷം പ്രാപിക്കാറുണ്ട്. ഈ വചനം വായിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മുമ്പ് കടന്നുപോയ അവസ്ഥകളെക്കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കടന്നുപോയ അവസ്ഥകളെക്കുറിച്ച് ഓർക്കാറുണ്ട്. ഓർത്തിട്ട് ദൈവത്തോട് നന്ദി പറയും. കർത്താവേ, നിന്റെ കരുണയൊന്ന് മാത്രമാണല്ലോ, നിന്റെ ദയൊന്ന് മാത്രമാണല്ലോ, നിന്റെ കൃപയൊന്ന് മാത്രമാണല്ലോ ഇന്ന് ജീവനോടെ ഇരിക്കുന്നതെന്ന് ഓർത്ത് എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. അറിയാതെ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നേ, അല്ലേ? കാരണം ദൈവം അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു. ഹിസ്കിയാവിന്റെ വിശ്വാസത്തെ പരീക്ഷിക്കാൻ വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ ഹിസ്കിയാവിനെ മരിക്കത്തക്ക രോഗത്തിലൂടെ കടത്തിവിട്ടതെങ്കിലും, അല്ലേ, ഹിസ്കിയാവിനെ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കണം. പ്രൈസലോ. അതേ സ്നേഹിത, നമ്മൾ അങ്ങനെയുള്ള അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ വളരെ സ്നേഹിക്കുന്നു. പ്രൈസലോ. നമ്മെ വളരെ സ്നേഹിച്ചു മാറോട് ചേർത്ത് പിടിച്ച് നമ്മുടെ സകല ആവശ്യങ്ങളും അറിയുന്നവൻ, ഹല്ലേലൂയ, നിനക്കൊരു സൗഖ്യത്തെ തരാൻ ആഗ്രഹിക്കുക. പ്രൈസലോ. ഇന്ന് ഈ പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മാതാവേ, പിതാവേ, മരണകരമായ വ്യാധി പിടിച്ച് നീ വളരെ വേദനയാണ് കടന്നു പോകുന്നെങ്കിൽ, ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയില്ല എന്നതിന് മനസ്സിനകത്ത് ആമേൻ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ, അല്ലെ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ, ഹിസ്കിയാവിനെ പോലെ ചേർന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിനക്ക് സൗഖ്യം തരാൻ ദൈവത്തിന് കഴിയും. ഒരുപക്ഷെ നീ ക്യാൻസറിന്റെ 4ാം സ്റ്റേജിലായിരിക്കാം, 2, 3, 4ാമത്തെ സ്റ്റേജിലായിരിക്കാം. ഹോസ്പിറ്റലിൽ നിന്നെ മടക്കി അയച്ച് നീ വീട്ടിലായിരിക്കാം. വേദന കൊണ്ട് നീ പുളയുന്ന വ്യക്തിയായിരിക്കാം. ഒരു ക്യാൻസർ, അതുപോലെ മറ്റു വിവിധമായ വ്യാധികൾ ശരീരത്തിൽ, മനുഷ്യന്റെ ശരീരത്തിൽ ശിരസ്സൊട്ടുള്ളം കാല് വരെ എണ്ണിയാൽ തീരാത്ത പോലെയുള്ള വിവിധമായ മാരകമായ രോഗങ്ങൾ മനുഷ്യനെ വ്യാപിച്ച് മനുഷ്യനെ അങ്ങനെ വലിയ മഹാവ്യാധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ, ജീവിതത്തിൽ നിരാശയിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ, വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ നീ കടന്നു പോകുന്ന മഹാവ്യാധിയിൽ നിന്നെ വിടുവിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. രക്തം ചെയ്യും. യേശു പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാകാതെ യഹോവ എന്ന് യേശു പറഞ്ഞു. അവിടുത്തെ അടിപ്പിണരാനുള്ള സൗഖ്യത്തെ യേശു നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്റെ ആയുസിന്റെ 15 സൽവത്സരം ഹിസ്കിയാവിന് കൂട്ടിക്കൊടുത്തതുപോലെ നിന്റെ ആയുസിനെ വർദ്ധിപ്പിച്ചു തരുവാൻ ദൈവത്തിന് കഴിയും. രക്തം ചെയ്യും. അങ്ങനെ പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ച അനവധി ഭക്തന്മാർ നമ്മുടെ ഇടയിലുണ്ട്. രക്തം ചെയ്യും. അതെ, ആ സൗഖ്യം കർത്താവ് നിങ്ങൾക്ക് തരാൻ പോകുന്നു. നാളുകളായി കിടക്കയിലായിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയ അനുഭവമാണോ? സങ്കടങ്ങൾ മാത്രം എണ്ണിപ്പറഞ്ഞ് ഇരിക്കുകയാണോ? അവിടെ നീ തളർന്നു പോകാതെ, നീ വീണ്ടും മഹാവ്യാധിയിലേക്ക് പോകാതെ, ഹിസ്കിയാവിനെ പോലെ ചേർന്നിരുന്ന് ദൈവമുഖം അന്വേഷിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ആദരങ്ങളിൽ പുറപ്പെടുന്ന പ്രാർത്ഥന ശബ്ദം കേൾക്കുന്ന നല്ല കർത്താവുണ്ട്. രക്തം ചെയ്യും. അതെ, ഇന്ന് പകൽ ദൈവം നിങ്ങളെ ചെല്ലിലേക്ക് സൗഖ്യമാക്കാൻ പോകുക. നിന്റെ വ്യാധികളെ ദൈവം നീക്കാൻ പോകുക. നിന്റെ കുടുംബത്തിന്മേൽ വ്യാപരിച്ചു നിൽക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികളെ, ചില വരത്തുപോക്കുന്ന ശക്തികളെ, ചില ആഭിചാര മന്ത്രവാദ കൂടോത്ര ശുദ്ധ ശക്തികളെ, ചില ദേശത്തിന്റെ പൂരുകളെ, ചില ശാപങ്ങളെ, ചില പൈശാചിക പോരാട്ടങ്ങളെ നിന്റെ കുടുംബത്തിൽ, നിന്നിൽ നിന്നും, നിന്റെ തലമുറയിൽ നിന്നും ദൈവം നീക്കിക്കളയാൻ പോവുകയാണ്. ഈശ്വരം, നീ വിശ്വസിച്ച് ദൈവത്തിനെ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ, നിന്റെ പാപങ്ങൾക്ക് നീ ശുദ്ധീകരണം വരുത്തുമ്പോൾ, കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കും. ഈശ്വരം, നമുക്ക് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാത്തത് പാപങ്ങൾ ഏറ്റുപറയാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ്, ഹല്ലേലൂയ, ദൈവ സൗഖ്യം തരുന്നത്. ഈശ്വരം, പാപിയായ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഹല്ലേലൂയ. വേദപുസ്തകം പഠിപ്പിക്കുന്ന, സുവിശേഷം പഠിപ്പിക്കുന്ന, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തിയോടെ ഇരുന്ന ദൈവഭക്തനായിരിക്കുന്നവന്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നതെന്നും നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനും അല്ല, സ്വർഗസ്വനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ. ഹല്ലേലൂയ എന്നൊക്കെയാ വേദപുസ്തകം. ഹിസ്കിയാവിന്റെ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, ഹല്ലേലൂയ, നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവം തരും. പ്രൈസ് ദി ലോർഡ്.
ഞാൻ വീണ്ടും പറയട്ടെ, നിന്റെ കണ്ണുനീര് കാണുന്നവൻ യേശുവാ, നിന്റെ സങ്കടങ്ങൾ കാണുന്നവൻ യേശുവാ. നിന്റെ മാനസികമായി അരട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നത്തിൽ നിന്നകത്തുനിന്നും വിടുതൽ തരുവാൻ യേശുവിന് കഴിയും. രക്തം ചെയ്യാം. പ്രൈസറോ, നമുക്ക് വിശ്വാസമുണ്ടോ ഇന്ന്? ഹല്ലേലൂയ. യേശു സൗഖ്യമാക്കുമെന്ന് പറഞ്ഞാൽ യേശു സൗഖ്യമാക്കും. ഹല്ലേലൂയ. പക്ഷെ പാപങ്ങൾ ഏറ്റുപറയണം. ഹല്ലേലൂയ. പാപങ്ങൾ ഏറ്റുപറയാതെ, പാപത്തിന് ശുദ്ധീകരണം വരുത്താതെ, പാപത്തെക്കുറിച്ച് നീ ചിന്തിക്കാതെ, പാപം നിന്റെ ജീവിതത്തിൽ പൂർണ്ണമായി അതിൽ നീ വിടുവിക്കപ്പെടാതെ നീ ദൈവത്തിന്റെ എത്ര പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. പാപം ഏറ്റുപറയണം. ആദ്യം നിങ്ങൾ ദൈവത്തിൽ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമ സഭയുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. രക്തം ചെയ്യാം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ലെന്നൊക്കെയാണ് തിരുവെഴുത്ത്. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണത്തിന്. ഒരുപക്ഷെ ഹിസ്കിയ രാജാവ്, ഹല്ലേലൂയ, ഹിസ്കിയ രാജാവ് തന്റെ മരണകരമായ അനുഭവത്തെക്കുറിച്ച് പ്രവാചകനിലൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ഹിസ്കിയ രാജാവ് ഒരുപക്ഷെ തന്റെ ഹൃദയത്തിൽ തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പാപങ്ങളെയൊക്കെ ഏറ്റുപറഞ്ഞു കാണും. ദൈവത്തിന് നിരപ്പ് പ്രാപിച്ചു കാണും, ശുദ്ധീകരണം പ്രാപിച്ചു കാണും. അതുകൊണ്ട് ഹിസ്കിയാവിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയട്ടെ. ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മഹാവ്യാധികൾ, പാപങ്ങൾ, ശാപങ്ങൾ, രോഗങ്ങൾ, ബന്ധനങ്ങൾ, നിന്റെ കുടുംബത്തെ തകർക്കുവാൻ പിശാച് കൊണ്ടുവരുന്ന സകല പദ്ധതികളും നിന്റെ മുമ്പിൽ വെളിപ്പെടുമ്പോൾ, നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ശരീരത്തിൽ വെളിപ്പെടുമ്പോൾ, ഹല്ലേലൂയ, രക്തം ചെയ്യണം. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയണം. പ്രൈസ് ദി ലോർഡ്. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ആ സമയത്ത് തന്നെ ദൈവം നിന്നിൽ അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില ആളുകളുടെ പാപങ്ങളെ ഏറ്റുപറയാതെ, പാപത്തിന് പരിഹാരം വരുത്താതെ സൗഖ്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാ, വിടേണ്ടതിനെ വിട്ടിട്ട് വന്നാൽ, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ചിട്ട് വന്നാൽ, നിന്റെ ജീവിതത്തെ ക്രമീകരിച്ചാണ് നീ വരുന്നെങ്കിൽ അവിടെയാ ദൈവം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ, ഏത് വ്യാധിയെ നീക്കിക്കളയുന്നവൻ, ഏത് വ്യാധിയെ നീക്കി നമ്മുടെ ആയുസ്സിനെ ദീർഘിപ്പിച്ചു തരുന്നവൻ, ഹല്ലേലൂയ, ജീവനുള്ള കർത്താവാണ്. അതുകൊണ്ട് നിങ്ങൾ ആ പാദപീഠത്തിൽ നിങ്ങളെ തന്നെ താഴ്ത്തി കൊടുക്കണം. ഹല്ലേലൂയ. ഇവിടുത്തെ ഒരു മത നേതാക്കന്മാർക്കും, ഒരു സംഘടന നേതാക്കന്മാർക്കും, ഒരു രാഷ്ട്രീയക്കാർക്കും, ഒരു പ്രമുഖ വ്യക്തികൾക്കും മനുഷ്യന്റെ രോഗത്തെ നീക്കുവാൻ കഴിയത്തില്ല. ഒരുത്തർക്കും മനുഷ്യന്റെ രോഗത്തെ നീക്കി സൗഖ്യം തരാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പിന്നെ എങ്ങനെയാണ് സൗഖ്യം ഉണ്ടാകുന്നത്? നിങ്ങൾ ദൈവഭക്തിയോടെ ഇരുന്ന് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന് വേണ്ടി നിങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ച് നിങ്ങൾ ദൈവത്തിൽ ഇടിവി നിൽക്കുമ്പോൾ, മറ്റൊരാൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുമ്പോൾ, ആ മധ്യസ്ഥ ചെയ്യുന്ന നിങ്ങളുടെ ജീവിതത്തിലും വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവ സൗഖ്യത്തെ രോഗികളുടെ മേലെ അയക്കത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഒരു സൗഖ്യം ദൈവം നമുക്ക് നൽകണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിലും വിശുദ്ധി ഉണ്ടായിരിക്കണം, രോഗിയുടെ ജീവിതത്തിലും വിശുദ്ധി ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഇവിടെ ഹിസ്കിയാവിന്റെ ജീവിതത്തിന്റെ പാപങ്ങളെയെല്ലാം ഏറ്റുപറഞ്ഞ് ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു കാണും. പ്രൈസ് ദി ലോർഡ്. അതേപോലെ തന്നെ തന്റെ രോഗവിവരം അറിയിച്ച യെശയ്യാ പ്രവാചകനും തന്റെ ജീവിതത്തെ എല്ലാം ക്രമീകരിച്ചിട്ട്, എന്റെ കുറവുകളെല്ലാം ക്രമീകരിച്ചിട്ടാണ് യെശയ്യാ പ്രവാചകനും ഹിസ്കിയാവിന്റെ അരികിൽ ചെന്ന് തന്നോട് രോഗവിവരങ്ങൾ പറയുന്നതും. അപ്പൊ ഹിസ്കിയാവും യെശയ്യാവും വിശുദ്ധിയുടെ അനുഭവത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യെശയ്യാവ് വിശുദ്ധിയിലായിരുന്നു എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. യെശയ്യാവ് ക്രമീകരണം പ്രാപിച്ചവനായിരുന്നു എന്നുള്ളത്. അതെ. എന്താണ് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥന ആവശ്യമുള്ളവനും എന്ത് ചെയ്യണം? ശുദ്ധീകരണം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ രണ്ടുപേർക്കും ശുദ്ധീകരണം ആവശ്യമാണ്. ഹല്ലേലൂയ. വിശുദ്ധി ഉള്ളിടത്ത് മാത്രമേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. രക്തം ചെയ്യും. വിശുദ്ധിയുള്ള മനസ്സുകൊണ്ട്, വിശുദ്ധിയുള്ള ഹൃദയം കൊണ്ട്, വിശുദ്ധമായ ജീവിതം കൊണ്ട്
ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. ഹല്ലേലൂയ. രക്തം ചെയ്യും. അതുകൊണ്ടാണ് പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. ചില ആളുകൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി എത്ര കാലം പ്രാർത്ഥിച്ചാലും മറുപടിയില്ല. എന്തെല്ലാം തന്ത്രങ്ങൾ ചെയ്താലും, എന്തെല്ലാം റിവൈവൽ നടത്തിയാലും, എന്തെല്ലാം ഉണർവ് നടത്തിയാലും, ഏതെല്ലാം തന്ത്രങ്ങളിലൂടെ പ്രാർത്ഥിച്ചാലും സൗഖ്യം കിട്ടുന്നില്ല. കാരണം എന്താ? ജീവിത വിശുദ്ധിയില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ വിശുദ്ധി ആവശ്യമാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് പകരം നിങ്ങളുടെ ശരീരത്തെ സൃഷ്ടിച്ചവൻ കർത്താവാണ്. നിങ്ങളുടെ ശരീരത്തെ സൃഷ്ടിച്ചവൻ ആരാണ്? കർത്താവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങളെ സൃഷ്ടിച്ചവൻ, നിങ്ങളുടെ ശരീരത്തെ സൃഷ്ടിച്ചവൻ കർത്താവാണ്. നിങ്ങൾക്ക് ഞരമ്പുകൾ, അസ്ഥികൾ, അല്ലെങ്കിൽ മാംസങ്ങൾ, രക്താണുക്കൾ തുടങ്ങിയ സകലതും നിങ്ങളുടെ ശരീരത്തിൽ സൃഷ്ടിച്ച് നിങ്ങൾ ശരീരം സൃഷ്ടിച്ച് നിങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി ആവശ്യമായ ആരോഗ്യവും ബലവും ഒക്കെ തന്ന് നിങ്ങൾക്ക് ശ്വസിക്കുവാൻ ആവശ്യമായ അല്ലെങ്കിൽ ഓക്സിജൻ ഒക്കെ തന്ന് നിങ്ങളെ നിലനിർത്തിയിരിക്കുന്നത് യേശുവാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളെ സൃഷ്ടിച്ചവനും നിങ്ങളെ നിർമ്മിച്ചവനും നിങ്ങളെ ഉണ്ടാക്കിയവനും എല്ലാം യേശു കർത്താവാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ ഭൂമി ജീവിക്കുവാനുള്ള സകല ശക്തി നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങളുടെ ശരീരത്തിൽ വ്യാധികൾ പിടിപെടുമ്പോൾ അതിൽ നിന്നും സൗഖ്യം പ്രാപിപ്പാനായി അവന്റെ അടിപ്പിണരുകളാൽ, ഹല്ലേലൂയ, അടിപ്പിണരുകളെയും യേശു സ്വീകരിച്ചു. നിങ്ങളുടെ ശരീരത്തിന് രക്തം നൽകി വീണ്ടെടുത്തു. ഹല്ലേലൂയ. അവൻ നമ്മുടെ ബലഹീനതകളെ, നമ്മുടെ വ്യാധികളെ ചുമന്നുള്ളതാണ്. അത് യേശു നമുക്ക് വേണ്ടി അടിപ്പിണരുകൾ സ്വീകരിച്ചു. നമുക്ക് വേണ്ടി അവന്റെ രക്തം തന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവന്റെ പാദപീഠത്തിൽ നമ്മളെ എത്തിച്ചുകൊടുക്കും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, ഹല്ലേലൂയ, അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ് നിവൃത്തിയാകുവാൻ തന്നെ, ഹല്ലേലൂയ, അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്താണ് പ്രിയപ്പെട്ടവർ കാണുന്നത്? സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു എന്നാണ് അവിടെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം, ഹല്ലേലൂയ, 8-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഒന്നാമത്തെ അത്ഭുതത്തിൽ കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കുന്നു. 2-ാമത്തെ ഇതിൽ ശതാധിപന്റെ ദാസനെ വിശ്വാസമാകുന്ന കരം തൊട്ട് സൗഖ്യമാക്കുന്നു. 3-ാമത്തേതിൽ വീണ്ടും തൊട്ട് തന്നെ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ 4-ാമത്തെ അത്ഭുതമാണ് നമ്മൾ പറഞ്ഞത്, സൗഖ്യമാണ്. 4-ാമത്തേത് രോഗികളുടെ നടുവിൽ കർത്താവിന്റെ മഹത്വമായ സാന്നിധ്യത്തെ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം വായിച്ചത് മനസ്സിലാവും. ഹല്ലേലൂയ. 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 ഇവിടെ വീണ്ടും നമ്മൾ ദൈവം രോഗികളെ സൗഖ്യമാക്കുന്നത് യേശുക്രിസ്തുവിന്റെ ഒരു പ്രഥമമായ ശുശ്രൂഷയായിരുന്നു എന്നാണ് മത്തായി വിവരിക്കുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ ഭൗതികമായ ബലഹീനതകളെ എടുത്തു മാറ്റുകയും വേദനകളെ അഥവാ രോഗങ്ങളെ ചുമന്നു നീക്കുകയും ചെയ്തുവെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:4 ഉദ്ധരിച്ചുകൊണ്ട് യെശയ്യാവ് പറഞ്ഞ പ്രവചനം ഈ രോഗികളുടെ നടുവിലെ ശുശ്രൂഷയാൽ, ഈ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ നിറവേറി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തി വെച്ചിരുന്ന ദൈവത്തിന്റെ വചനം കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിറവേറിയെന്ന് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. അപ്പോൾ തന്നെ നമുക്ക് വിശ്വാസം വർദ്ധിക്കാം. നമ്മുടെ ഏത് പ്രശ്നത്തിനും പരിഹാരം നൽകുവാൻ യേശുവിന് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കണം. നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുമ്പോഴാണ് സൗഖ്യം. ഹല്ലേലൂയ. ചിലര് പറയും ഞങ്ങൾക്ക് യേശുവിനെ വിശ്വാസമാണ്, അമ്പലത്തെ വിശ്വാസമാണ്, പള്ളികളെ വിശ്വാസമാണ്, എന്നൊക്കെ എല്ലാവരും അങ്ങനെ പലതും പറയും. മനുഷ്യൻ ബഹുവിധത്തിനും പല വിധത്തിലും ഒക്കെയുള്ള ചിന്തകൾക്ക് അധീനരാ. ഹല്ലേലൂയ. മനുഷ്യൻ പറയുന്നത് നീ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും, ആ വഴിക്ക് പോകുമെന്ന് പറഞ്ഞാൽ ആ വഴിക്ക്, അങ്ങനെയൊക്കെ മനുഷ്യന്റെ ജീവിതം. അങ്ങനെ മനുഷ്യനൊരു സ്വസ്ഥതയില്ല, നിയന്ത്രണമില്ലാതെ, സ്വന്തമായ നിലപാടില്ലാതെ പോകുന്നവർക്കൊക്കെ ഒരു മറുപടി കിട്ടാൻ വളരെ താമസമാണ്.
ലേരിയ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഈ കാണുന്ന ഉലകത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ, കാണുന്ന ഉലകത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നവൻ അല്ലേരിയ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് സകല രോഗത്തിനും വൈദ്യനായ യേശു അല്ലേരിയ നിങ്ങളെ തൊട്ട് സൗഖ്യമാക്കും നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് വന്നാൽ, ദൈവത്തിന് നിങ്ങളെ വിശുദ്ധിയോടെ ഏൽപ്പിക്കുമ്പോൾ വിശ്വാസത്താൽ യേശു നിങ്ങളെ തൊടുവാൻ കാരണമാകും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ അവരുടെ കരസ്പർശനം നിങ്ങളുടെ മേൽ വരും. നിങ്ങളെ തൊട്ട് യേശു സൗഖ്യമാക്കും. വിശ്വാസം ഇവിടെ ആവശ്യമാണ്. അല്ലേലിയ. അപ്പൊ ഹിസ്കിയാവിന്റെ വിശ്വാസം പരീക്ഷിക്കുവാൻ വേണ്ടി ഹിസ്കിയാവ് മരണകരമായ അനുഭവത്തിലൂടെ കടന്നുപോയി. അല്ലേലിയ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 14-15 വാക്യം, പത്രോസിന്റെ വീട്ടിൽ വന്നപ്പോൾ അവന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ അവൻ അവളുടെ കൈ തൊട്ട് അവളെ പനി വിട്ട് മാറി അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു. കണ്ടോ, വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവ് നിന്നെ തൊടും. അല്ലേലിയ. വിശ്വാസമാണ് ഏറ്റവും വലുത്. വീണ്ടും നാം ദൈവത്തിന്റെ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ശരീരവും കർത്താവിന് മാത്രം സ്വന്തമാക്കി ആകണം. നിങ്ങൾ നിങ്ങളുടെ ശരീരവും കർത്താവിന് സ്വന്തമാണെന്ന് തിരിച്ചറിവുണ്ടാകണം. അവൻ നിങ്ങളെ സൃഷ്ടിച്ചതിനാലും രക്തം വിലയായി നൽകി നിങ്ങളെ വീണ്ടെടുത്തതിനാലും നിങ്ങളുടെ ശരീരം വ്യാധികളാലും രോഗങ്ങളാലും അമ്മ ഭരിക്കപ്പെടാതെ അല്ലെങ്കിൽ താൻ ആധിപത്യം നടത്തപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങളുടെ ശരീരത്തെ ദൈവത്തിന്റെ വാസസ്ഥലമാക്കി കൊടുക്കുമ്പോൾ, നിങ്ങളുടെ ശരീരത്തെ ദൈവത്തിന്റെ മന്ദിരമാക്കി കൊടുക്കുമ്പോൾ, ദൈവത്തിന്റെ പ്രാർത്ഥനാ ഭവനമാക്കി കൊടുക്കുമ്പോൾ, ദൈവത്തിന്റെ നിവാസമായി, ദൈവത്തിന്റെ കൂടാരമായി, ദൈവത്തിന്റെ ആലയമായി നിങ്ങളെ വിട്ടുകൊടുക്കുമ്പോൾ അല്ലേലിയ യേശുവിന്റെ സാന്നിധ്യം നിങ്ങളിലേക്ക് ഇറങ്ങി വരും. അല്ലേലിയ. അപ്പൊ നിങ്ങളാകുന്ന കൂടാരത്തിനകത്ത്, നിങ്ങളാകുന്ന മന്ദിരത്തിനകത്ത്, നിങ്ങളാകുന്ന ആലയത്തിനകത്ത്, നിങ്ങളാകുന്ന ഭവനത്തിൽ, നിങ്ങളാകുന്ന ദൈവത്തിന്റെ പ്രാർത്ഥനാ ഭവനത്തിൽ രോഗത്തിന് മഹാവ്യാധികൾക്ക് വസിപ്പാൻ ഇടമില്ല. വസിപ്പാൻ ഞാൻ അനുവദിക്കത്തില്ല. എന്റെ ശരീരമാകുന്ന മന്ദിരത്തിൽ എന്നെ സൃഷ്ടിച്ചവനായ ദൈവത്തിന് മാത്രമേ വസിക്കുവാൻ അധികാരമുള്ളൂ എന്നൊരു ദൃഢപ്രതിജ്ഞ നിങ്ങൾ എടുക്കണം. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ദൃഢപ്രതിജ്ഞ നിന്നെ വ്യാപിക്കുന്ന സകല രോഗങ്ങളും, നിന്നെ വ്യാപിക്കുന്ന എല്ലാ ബന്ധനങ്ങളും നീ വിടുവിക്കപ്പെടും. അപ്പൊ നിങ്ങളിൽ കർത്തൃത്വം നടത്തുന്ന യേശുവായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ ഇനി മുതൽ വ്യാധിക്കോ രോഗത്തിനോ സ്ഥാനമില്ല എന്ന് നിങ്ങൾ വ്യാധിയെ നോക്കി യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകാൻ കൽപ്പിക്കുന്ന ക്ഷണത്തിൽ തന്നെ അത് നിന്നെ സംഭവിക്കും. പക്ഷെ വിശുദ്ധി ഉണ്ടായിരിക്കണം. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അധികാരം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. രോഗസൗഖ്യം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് തന്നെ പ്രയോജനപ്പെടുത്താൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് തന്നെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ മനസ്സിന്റെ ശുദ്ധിയോടെ, മനസ്സിന്റെ അശുദ്ധിയെ നീക്കിക്കളഞ്ഞ് നിങ്ങൾ വിശുദ്ധിയോടെ ദൈവത്തിലേക്ക് വരണം. ഹല്ലേലൂയ. അപ്പം പൂർണ്ണമായത് വരുമ്പോൾ അല്ലെങ്കിൽ അല്പമായത് നീങ്ങിപ്പോകും. ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ ഇരുളിന്റെ ആധിക്യങ്ങളും അന്ധകാരശക്തികളും തീർച്ചയായും നിങ്ങൾ നീങ്ങിപ്പോകും. പൂർണ്ണമായത് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു നിന്റെ ഉള്ളിൽ വരുമ്പോൾ നിന്റെ ഉള്ളിലെ അന്ധകാരങ്ങൾ, രോഗങ്ങൾ, മഹാവ്യാധികൾ, ബന്ധനങ്ങൾ, എല്ലാ പൈശാചിക അവകാശങ്ങൾ നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകും. അല്ലെങ്കിൽ യേശു ക്രൂശിലൂടെ ചുമന്ന് തീർത്ത വ്യാധി ഇനി നിങ്ങൾ ചുമക്കേണ്ട കാര്യമില്ല. യേശു നമ്മുടെ വ്യാധികളെ ക്രൂശിൽ ചുമന്നു തീർത്തു. ഇനി നിങ്ങൾ ആ വ്യാധികൾ ചുമക്കേണ്ട ആവശ്യമില്ല. വിശ്വാസത്തോടെ നിങ്ങൾ വിടുതൽ പ്രാപിക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, യേശു നമ്മുടെ വ്യാധികളെ ക്രൂശി ചുമന്ന് തീർത്തത് കൊണ്ട് ഇനി ആ വ്യാധി നമുക്കുണ്ടാകിയില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ രോഗിയായെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. അത് നിന്റെ പാപം മൂലമാണ്. ലേലിയ. നിന്റെ പാപം മൂലം, നിന്റെ ജീവിത അശുദ്ധി മുഖാന്തരം, നിന്റെ ജീവിതത്തിലെ ക്രമക്കേട് മുഖാന്തരം നീ വീണ്ടും വ്യാധികൾക്ക് അധീനനായി മാറുന്നു. ലേലിയ. യേശു നമ്മുടെ വ്യാധിയെ ചുമന്ന് നീർക്കിയത് കൊണ്ട് നാം വിശുദ്ധ ജീവിതം നയിക്കുകയാണെങ്കിൽ നമുക്ക് മോചനമുണ്ട്. അല്ല, അശുദ്ധിയിലാ പോകുന്നെങ്കിൽ വീണ്ടും ഈ വ്യാധി നമ്മൾ വ്യാപിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവിയും പിതാവിയും മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ, നിന്നെ അലട്ടുന്ന സകല ബന്ധനങ്ങളും ദൈവം ഇന്ന് പകൽ വിടുതൽ നിനക്ക് തരാൻ പോവുക. രക്തം ചെയ്യും. നീ ഭാരപ്പെടുന്നത് ഏത് വിഷയമായിരുന്നാലും
സങ്കടപ്പെടുന്നത് ഏത് വിഷയമായിരുന്നാലും, നിന്നെ തകർക്കുന്ന, നിരാശപ്പെടുത്തുന്ന, നിന്നെ ആകുലതയിലേക്ക്, വിഷാദ മനസ്സിലേക്ക് കൊണ്ടുപോകുന്ന ഏത് പ്രശ്നമായിരുന്നാലും അതിൽ നിനക്കൊരു മോചനം തരാൻ ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ, രക്തം ജയം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നമ്മുടെ സമാധാനത്തിന് അവന്റെ ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:5 നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇന്ന് പകൽ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, യെശയ്യാ പ്രവാചകന്റെ ജീവിതത്തിന്റെ കടന്നുപോയ ശോധനയുടെ എല്ലാ അനുഭവങ്ങളും താൻ ഒരൊറ്റ വചനത്തിൽ രേഖപ്പെടുത്തി. എങ്ങനെയാണ്? മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു, ഞാൻ പ്രാവ് പോലെ കുറുകി, എന്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു. യഹോവേ, ഞാൻ ആമൻ ഞെരുങ്ങിയിരിക്കുന്നു, നീ എനിക്ക് ഇടനിൽക്കണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന സ്വർഗം സ്വീകരിച്ചു. ഇസ്കിയാവിന്റെ ഒരൊറ്റ പ്രാർത്ഥന ദൈവം സ്വീകരിച്ച് അല്ലവന്റെ ആയുസിന്റെ 15 സംവത്സരം കൂട്ടിക്കൊടുത്ത യേശു കർത്താവ് ഇന്ന് ജീവിക്കുന്നതിനക്ക് വേണ്ടി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരി, സഹോദര, യേശു നിനക്ക് വേണ്ടി ജീവിക്കുന്നു. ഈ സൗഖ്യത്തെ യേശു നിനക്ക് തരാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും. ഇത് പകൽ ദൈവത്തിന് വിശ്വസിക്കാൻ കഴിയുമോ? ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ കഴിയുമോ? തമ്പുരാന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുക. ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചാട്ട് ഏതെങ്കിലും മഹാവ്യാധിയാൽ, മരണകരമായ രോഗത്താൽ വിടുതലില്ലാതെ അനവധി വൈദ്യന്മാരെ, ഡോക്ടർമാരെ കണ്ടിട്ടും, പല സ്ഥലങ്ങളിൽ നീ ചുറ്റിക്കറങ്ങിയിട്ടും, പല സ്ഥലങ്ങളിൽ നീ സൗഖ്യത്തിന് പോയിട്ടും, നിന്റെ കൈവശമുണ്ടായിരുന്നൊക്കെ മുടക്കിയിട്ടും ഒരു സൗഖ്യമില്ലാതെ നീ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, ഹല്ലേലൂയ, ഹിസ്കിയാവിനെ പോലെ മടങ്ങി വന്ന് വിശുദ്ധിയോടെ ദൈവത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിന്റെ പ്രാർത്ഥന സ്വർഗം കേട്ട് നിനക്കൊരു അത്ഭുത സൗഖ്യം തരും. അതെ, ഇന്ന് പകൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് നിങ്ങളെ ചെല്ലക്ക് ദൈവം സൗഖ്യമാക്കാൻ പോവുക. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നപ്പോൾ തന്നെ ചില വ്യക്തികളുടെ മേൽ ദൈവമേ അവിടുത്തെ അത്ഭുത സൗഖ്യം കൊടുക്കണമേ. മഹാവ്യാധിയാൽ, അന്ധകാരത്തിന്റെ ഇരുളിന്റെ ആധിപത്യങ്ങൾ കൊണ്ട് നിറയപ്പെട്ട്, പാപത്തം നിറയപ്പെട്ട അശുദ്ധമായ ജീവിതത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന സകല വ്യാധികളെ ഇന്ന് പകൽ നീക്കി കർത്താവ് ജനത്തിന് സൗഖ്യം കൊടുക്കണമേ. ജനം വിശുദ്ധിയിലേക്ക് മടങ്ങി വരട്ടെ. കർത്താവ് യേശു ക്രിസ്തു സകല രോഗത്തിനും വൈദ്യനാണെന്ന് തിരിച്ചറിവോടെ വചനമയച്ച് സൗഖ്യമാക്കുന്ന യേശുവിനെ ഇവർ മനസ്സിലാക്കി കേരളത്തിലെ 3.25 കോടി ജനത്തിനായി തലമുറകൾ എണ്ണത്തിലുള്ള അന്യസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിലെ കർത്താവ് 140 കോടിയിലധികം ജനം, ലോക രാജ്യങ്ങളിൽ ഭൂഖണ്ഡങ്ങളിലായി 800 കോടി ജനത്തിനായി ഞങ്ങളുടെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവർ, രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി മേഖല, ട്രൈബൽ മേഖലയിലുമായിരിക്കുന്ന ജനത്തെയും അധികാരികളെയും, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്ന BSS, CRP, ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, രഹസ്യാന്വേഷണങ്ങളെ, പോലീസിന്റെ ഇതര സെക്ഷനുകളെ, ജുഡീഷ്യൽ വകുപ്പുകളെ, കർത്താവി കരസേന, കരയിലും കടലിലും ആകാശമാർഗങ്ങളിൽ വാഹനം ഓടിക്കും, വാഹനത്തിൽ യാത്ര, ജോലി, വാഹന നിർമ്മിതാക്കൾ, സെയിൽസ് ചെയ്യുന്നവർ, കർത്താവി കടലോര വാസികളെ, തീരദേശവാസികളെ, മത്സ്യബന്ധന കടന്നുപോയിരിക്കുന്നവർ, സമുദ്രത്തിലെ ആഴങ്ങളിൽ കർത്താവി, കനികളിൽ, കമ്പനികൾ, ഫാക്ടറി ജോലി ചെയ്യുന്നവർ, വലുതും ചെറുതുമായ എല്ലാ വ്യാപാരികളും, വ്യവസായികളെയും, വഴിയോര കച്ചവടക്കാരെ, കൺസ്ട്രക്ഷൻ രംഗത്ത്, ഓട്ടോ രംഗത്ത്, യൂണിയൻ രംഗത്ത്, എല്ലാ ടാക്സി, ഓട്ടോ ഡ്രൈവേഴ്സിനെയും കർത്താവി, ഹല്ലേലൂയ, എല്ലാ കർത്താവി ഹെവി വാഹനം ഓടിക്കുന്നവരെയും എല്ലാം ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, ആമ്യം ബാങ്കിങ് മേഖല ആയിരിക്കുന്ന എല്ലാ ജനത്തെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. സകല ജനത്തിനും ദൈവത്തിന്റെ നീതിയുള്ള കരം വെളിപ്പെടുവാൻ ഞങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഉന്നതനെ ഉയർന്നിരിക്കും ശാശ്വതവാസ്യമായിരിക്കുന്ന ദൈവത്തിന്റെ അത്ഭുത കരം ഇന്ന് പകൽ സകല ജനത്തിന്റെയും വ്യാപരിപ്പാട്ടയാകട്ടെ. ശൈശവത്തിനും ബാല്യത്തിനും കൗമാരത്തിനും യുവനത്തിനും വാർദ്ധക്യത്തിനും വൃത്തിരസം യാചകർ, ഓർഫനേജ്, ഓൾഡ് ജുവൻ തടവറയിൽ കടന്നു പോകുന്നവർക്കായി ആയിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, മഹാവ്യാധിയാൽ ഭാരപ്പെടുന്നവർ, രോഗത്താൽ ഭാരപ്പെടുന്ന, മദ്യത്തിനും മയക്കുമരുന്നിനും പാൻപസാൻ, ലഹരി പദാർത്ഥങ്ങൾ, സകല ജടികമായ ജീവിത അശുദ്ധിയിലും വെട്ടുകിടക്കുന്നവർക്ക് ഇന്ന് പകൽ വിടുതലും മോചനം, സൗഖ്യം, വിശുദ്ധീകരണം കർത്താൻ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ സ്തോത്രം. ദേശവാദികൾ, യുക്തിവാദികൾ, ദൈവമില്ല എന്ന് പറയുന്ന മൂടന്മാരും, ആമി കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമ വിരോധമായി പ്രവർത്തിക്കുന്ന കള്ളപ്രവാചകന്മാർ, യുക്തിവാദികളെ ഒക്കെ ദൈവം എല്ലാ സംവാദക്കാരെയും സന്ദർശിക്കാനായി പ്രാർത്ഥിക്കുകയാണ്. ആമിന്റെ കർത്താവ് തീവ്രവാദികളും ഭീകരവാദികളും
ഭീകരവാദികളെയും വർഗീയവാദികളെയും സ്തോത്രമല്ലിയ മദ്യത്തിനും മയക്കുമരുന്ന് അടിമപ്പെട്ട് കിടക്കുന്ന സകലരുടെയും ദൈവിക സന്ദർശനത്തെ അയച്ച് ജനത്തിന് മാനസാന്തര സൗഖ്യം കൊടുക്കണമായി വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ, വിസ നഷ്ടപ്പെട്ട നാട്ടിൽ കിടന്നു ഭാരപ്പെടുന്നവർ, സാമ്പത്തികം രാജ്യം ജയിലിൽ കിടക്കുന്നവർ, ദേശ രാജ്യം കടന്ന് പീഡനം മണലാനിൽ കഷ്ടപ്പെടുന്നവർ എല്ലാം ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നവരും എല്ലാം ദൈവിക സൗഖ്യം കർത്താൻ കൊടുക്കണമേ. തലമുറകൾ മുഴുവൻ പാപത്തിലേക്ക് വീടുകൊണ്ടിരിക്കുമ്പോൾ, നാശത്തിലേക്ക് പോകുമ്പോൾ മാനസാന്തരം കൊടുക്കണം. മത, സാമൂഹിക, സംസ്കാര സംഘടന, ചരിത്ര, മാധ്യമ, മീഡിയ രംഗത്ത് സയൻസ്, എഞ്ചിനീയർമാർ, എല്ലാ കർത്താവ് രാഷ്ട്രീയ നേതാക്കന്മാർക്കും മാനസാന്തരം കൊടുക്കണമേ. മതത്തിന്റെ വീട്ടിൽ, രാഷ്ട്രീയത്തിന്റെ വീട്ടിൽ നടക്കുന്ന എല്ലാ കലാപങ്ങളും നീങ്ങി, എല്ലാ വർഗീയ കലാപങ്ങളും മാറി ജനമാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് സുവിശേഷ ഭാഗമായി തീരുവാൻ ജനങ്ങളെ ഏൽപ്പിക്കുന്ന പകൽക്കാലം കർത്താവ് വിവിധ രോഗത്തിൽ കടന്നു പോകുന്നവർക്ക് ഒരു അത്ഭുത സൗഖ്യം യേശു കൊടുക്കേണ്ടനായി ഞങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സകലത്തിന്റെ ദൈവനീതി വെളിപ്പെടണമേ. കേരളത്തിൽ, ഭാരത വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാർ, തലമുറ, കുടുംബങ്ങൾ, അവരെ ദൈവം സൂക്ഷിക്കും പരിപാലിക്കണമേ. സുവിശേഷ മുഖാൻ ജയിലിൽ കഷ്ട സഹിക്കുന്നവരുണ്ട്, അവർക്ക് വിടുതൽ മോചനം കൊടുക്കണമായി യേശു ക്രിസ്തുവിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു. സകല മുഖത്ത് എടുത്താണ്ട് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.